ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ടേസ്റ്റ് ട്രിപ്സ് ടിപ്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു നല്ലൊരു പുഡിങ്ങാണ്. നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള പുഡിങ്. പാലും മുട്ടയും പഞ്ചസാരയും ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് തയ്യാറാക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ തന്നെ പ്രസ് ചെയ്യണം. നമുക്കിതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് കാരമലൈസ് ചെയ്യാം. ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ചു. അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര ഇട്ടു. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് മെൽറ്റായി വരുന്നവരെ നമുക്കൊന്ന് അടച്ചു വെക്കാം. നന്നായിട്ട് മെൽറ്റായതിനു ശേഷം ഞാനിത് ഓപ്പൺ ചെയ്ത് വെക്കുകയാണ്. ഇനി അത് വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് ഒരു ബ്രൗൺ കളറായി വരും. അപ്പോൾ ഇതിൻ്റെ സൈഡിലെല്ലാം ക്രിസ്റ്റൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ക്രിസ്റ്റലെല്ലാം ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ ഒരു സ്പൂൺ കൊണ്ട് അതിലേക്കൊന്ന് നീക്കിയിട്ട് കൊടുത്താൽ പെട്ടെന്ന് റെഡിയായി കിട്ടും. അല്ലെങ്കിൽ നമുക്ക് നടുക്കുള്ള ഭാഗം മാത്രം കരിഞ്ഞിട്ട് സൈഡിലെത്തതെല്ലാം അതുപോലെ ക്രിസ്റ്റലായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഒന്ന് നീക്കിയിട്ട് കൊടുത്ത് ഒന്ന് അലിയിപ്പിച്ചെടുക്കുക. നല്ലതുപോലെ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു ബ്രൗൺ കളർ, ഗോൾഡൻ കളറായി നിൽക്കുകയാണ്. ഒരുപാട് ബ്രൗൺ ആക്കരുത്, അത് ഒരു കയ്പ്പ് രസം ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഞാൻ ഇത് തിരിച്ച് കട്ട് ചെയ്യാവുന്നതിന് മുമ്പ് തന്നെ, തണുക്കുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു മോൾഡ് എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക. അപ്പോൾ അതിലേക്ക് കുറച്ച് കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചുറ്റിച്ചെടുക്കുക. ഇനി നമുക്ക് പാല് ചൂടാക്കിയെടുക്കാം. 1/2 ലിറ്റർ പാലാണ് ഞാനിവിടെ എടുക്കുന്നത്. അത് അടുപ്പിലേക്ക് വെച്ച് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, പാല് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ചൂടാക്കിയാൽ മാത്രം മതി. ഇതിലേക്ക് ആവശ്യത്തിലുള്ള പഞ്ചസാര ഇടുക. പുഡിങ്ങിന് ഓവറായിട്ടുള്ള മധുരത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് മധുരം ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. 1/2 ലിറ്റർ പാലിന് 1/4 കപ്പ് പഞ്ചസാര. അതുപോലെ തന്നെ ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചിട്ടുണ്ട്. അത് നമ്മുടെ പാല് ചൂടായി വരുന്ന അതേ സമയം തന്നെ മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു ഫോർക്കോ സ്പൂണോ അല്ലെങ്കിൽ ഒരു വയർ വിസ്കോ കൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി പാല് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനിടയിൽ മുട്ടയിൽ ആവശ്യത്തിന് വേണ്ട വാനില എസൻസും കൂടി ചേർക്കുക. വാനില എസൻസ് ഓപ്ഷണലാണ്. അപ്പോൾ അത് ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി. മുട്ടയുടെ ഒരു സ്മെല്ലൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ വാനില എസൻസ് ചേർക്കുന്നത്. ഇനി പാലും ഫുള്ളായിട്ട് ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഈ ചൂട് പാലാണ് ഞാൻ ഈ മുട്ടയിലേക്ക് ഒഴിച്ചത് അല്ലേ. അപ്പോൾ ചെറിയ എന്തെങ്കിലും മുട്ടയുടെ വെള്ളയൊക്കെ വെന്തിട്ട് ഒരു കട്ട രൂപത്തിൽ അവിടെ ഇവിടെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതൊന്ന് അരിച്ചെടുക്കുക. ഒരു അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മൗൾഡിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. ഒരു 3/4 ഭാഗത്തോളം മിക്സ് നിറയ്ക്കുക. ഇതിപ്പോൾ ഞാൻ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്യാം. ഇനി ഇത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുക. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നന്നായി ആവി കയറ്റിയെടുക്കുക. ഇതൊരു മൂടി ഉപയോഗിച്ച് അടച്ചു വെച്ച് നമുക്കൊരു 15 മിനിറ്റ് ആവി കയറ്റാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒഴിച്ച മിക്സ് നല്ല കട്ടിയായിട്ടുണ്ട്. ഒന്ന് കുലുക്കി നോക്കുമ്പോൾ ജിഗിൾ ചെയ്യുന്ന ഒരു പരുവത്തിനായിട്ടുണ്ട്. ഇതിനി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. തണുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ സൈഡിലൊക്കെ കൈ കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് വിട്ട് വരും. അല്ലെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ച് വിടിച്ചെടുക്കാം. ഒന്ന് ഷേക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അത് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. ഇനി ഒരു പാത്രത്തിന് മുകളിലേക്ക് വെച്ച് തട്ടി കൊടുക്കുക. ഇത് നമുക്ക് ഇനി കട്ട് ചെയ്ത് ഓരോ പീസായിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് വളരെ സ്മൂത്താണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഡെസേർട്ടാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.